വാട്സപ്പ് ഗൈസ്, ഇറ്റ്സ് മീ വിതൻ. വെൽക്കം ബാക്ക് ടു മോട്ടോർ കേസ് ടോക്സ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വണ്ടിയുടെ വീഡിയോ ഒന്നും ആയിട്ടല്ല ഇന്ന് നമ്മുടെ ചാനൽ വന്നിരിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന ഒപ്പോയുടെ A54 എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അതാണിത്. ഒപ്പോയുടെ A54 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബാറ്ററി സെൻട്രിക് അതുപോലെ സെൽഫി സെൻട്രിക് ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഒപ്പോയുടെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫോണാണ്. ഏകദേശം ഒരു 15,000 രൂപ താഴെ വരുന്ന ഒരു ഫോണാണ്. അപ്പോൾ നേരെ ഈ ഫോണിൻ്റെ അൺബോക്സിങ്, ഫസ്റ്റ് ഇംപ്രഷൻ, അതുപോലെ തന്നെ ഷോർട്ട് റിവ്യൂയിലേക്ക് നമുക്ക് പോയേക്കാം. ഗൈസ്, ഒപ്പോയുടെ A54ൻ്റെ ബോക്സ് നമുക്ക് ഈ രീതിയിലാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം അൺബോക്സ് ചെയ്യുമ്പോൾ ബോക്സിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കാവുന്നതാണ്. അപ്പോൾ ബോക്സിങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു കേസിൻ്റെ ഒരു കവറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമതായിട്ടാണ് നമ്മുടെ ഒപ്പോയുടെ A54 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ രണ്ടാമതായിട്ട് കിട്ടും. ഫോണിലേക്ക് വരാം. അതിനു മുമ്പ് മറ്റുള്ള എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ബോക്സിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്മാർട്ട് ഫോണിലെ ബോക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന കേസ് വരുന്നൊരു കവറുണ്ട്. അപ്പോൾ ആ കേസ് എങ്ങനെയാണ് ഉള്ള കാര്യം നോക്കാം. ഇതൊരു ക്ലിയർ കേസാണ്, ഒരു TPU ക്ലിയർ കേസ്. അത്യാവശ്യം വലിയ അത്യാവശ്യം ഒരു ചെറിയ ക്വാളിറ്റി, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ് ഇതിന് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന. അത്യാവശ്യം ഫോണിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. ഇനി നമുക്ക് ബാക്കി ബോക്സിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബോക്സിൻ്റെ ബോക്സിനകത്ത് വരുന്ന നമ്മുടെ ഫോണിൻ്റെ ചാർജിങ് ബ്രിക്കാണ്. അത് 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. അതൊരു വലിയ കാര്യമാണ്. ഈ റേഞ്ചിൽ നമുക്കൊരു ഫാസ്റ്റ് ചാർജർ 18 വാട്ട്സിൻ്റെ തരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒപ്പോടെ തന്നെ ചാർജിങ് ബ്രിക്ക് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചാർജിങ് ബ്രിക്കാണ്. രണ്ടാമതായിട്ട് അതിൻ്റെ കൂടെ ചാർജിങ് കേബിളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു C ടൈപ്പ് ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൻ്റെ അകത്ത് വരുന്നത്. അതും ഒരു നല്ല കാര്യമാണ്. ഈ വലിക്ക് C പോർട്ട് ഒപ്പം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ കേബിൾ ഏകദേശം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. C കേബിളാണ്. അപ്പോൾ നല്ലൊരു കേബിളാണ്. ഇനി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് നേരെ ഫോണിലേക്ക് നോക്കാം. എന്നിട്ട് ഫോണിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാം. ഇതാണ് ഒപ്പോയുടെ A54. 5000 mAh ബാറ്ററി, 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ, 16 MB സെൽഫി ക്യാമറ, ഒരു HD ഡിസ്പ്ലേ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ടുള്ളൊരു ഫോണാണ്. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പൊട്ടിച്ച് എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബാക്ക് സൈഡ്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ബാക്കി കാണാം. പിന്നെ അത്യാവശ്യം ഒരു പോളികാർബണേറ്റ് ബോഡിയാണ് എൻ്റെ ബാക്കിൽ വരുന്നത്. അത്യാവശ്യം ഒരു മിനിമം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് നല്ല ഹാൻഡിയാണ്. ഒരു 192 ഗ്രാമാണ് ഇതിൻ്റെ ഇത് വരുന്നത്. താഴെ ഹെഡ്ഫോൺ ജാക്ക്, C ടൈപ്പ് ഇത്, അതുപോലെ ഇതൊക്കെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സ്, നോയ്സ് ക്യാൻസലേഷൻ മൈക്കില്ല. പിന്നെ ഫിംഗർ പ്രിൻ്റ് തന്നെയാണ്, പവർ ബട്ടണിൽ തന്നെയാണ് എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഇൻബിൽട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഇതാണ് അതിൻ്റെ ഓവർവ്യൂ. അപ്പോൾ ഈ ഒപ്പോയുടെ A54 എന്ന് പറയുന്ന നമ്മുടെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൻ്റെ ഒരു അൺബോക്സിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഈ ഫോണിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 13 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. പിന്നെ 2 MB 2 ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഒരു ഡെപ്ത് സെൻസർ, ഒരു മാക്രോ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ അത് നോക്കണ്ട, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന നിങ്ങൾ 4 ക്യാമറയെന്ന് ഓർക്കരുത്. ഇതിൻ്റെ തോരണ എന്ന് വെച്ചേക്കുന്ന ഒരു ഡമ്മി ക്യാമറ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ് ക്യാമറയാണ്. പിന്നെ ഫ്ലാഷ് കൂടെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 6.51 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ ആട്ടോ വരുന്നത്. ഫുൾ HD ഡിസ്പ്ലേ ആണ് തിരിച്ചിരിക്കേണ്ട, HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതിനൊരു C ടൈപ്പ് ചാർജിങ് ആണ് വരുന്നത്. അത് 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നു. അതൊരു നല്ലൊരു കാര്യമാണ്. ഈ സെഗ്മെൻറ്റിൽ ഒപ്പോയുടെ ഫോണിൽ ഫാസ്റ്റ് ചാർജർ വരുന്നൊരു ബേസിക് ഫോണാണിത്. പിന്നെ ഇവിടെ സ്പീക്കർ ഗ്രില്ല്, മൈക്രോ ഹെഡ്ഫോൺ ജാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം, ഇതിൻ്റെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് സൈഡ് മൗണ്ടഡ് ആണ്. അപ്പം ഫിംഗർ പ്രിൻ്റൊക്കെ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഈ ഫിസിക്കലായിട്ടുള്ള സാധനം കൊടുത്തിരിക്കുന്നുണ്ട്.
പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.51 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഒരു പഞ്ച് ഹോൾ ടൈപ്പ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് പുതിയ ടൈപ്പ് പഞ്ച് ഹോൾ എച്ച് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 15,000 രൂപയിൽ ഒപ്പോയ്ക്ക് അത്യാവശ്യം നല്ല ഒരു ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ നമ്മൾ ഒരു ഗെയിമിങ് അങ്ങനെ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ഈ ഫോൺ ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ അതിരിക്കുന്ന മീഡിയാടെക്കിൻ്റെ P35 എന്നൊരു ചിപ്സെറ്റ് ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കറക്റ്റാണെന്നാണ് എനിക്ക് വിശ്വാസം. അല്ലാതെ പവർഫുൾ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗണിൻ്റെ അങ്ങനെയുള്ള പ്രോസസ്സറൊന്നും അല്ല. അതൊരു ഗെയിമിംഗ് പർപ്പസിന് വേണ്ടി ഈ ഫോൺ ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇത് നമ്മുടെ അത്യാവശ്യം ഡേ ടു ഡേ ലൈഫ് അത്യാവശ്യം ഒരു ചെറിയ ഏജൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ എല്ലാ കാര്യത്തിലുള്ള ആവശ്യങ്ങളും ചെയ്യാനുള്ള ഒരു ഫോണാണിത്. ഇതിനകത്ത് 4GB 64GB ആണ് ഇൻറ്റേർണൽ വരുന്നുള്ളൂ. 4GB റാം ഉണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഫോൺ വലിയ ഹാങ്ങോ അങ്ങനെ സ്റ്റക്കൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്താനുള്ളൊരു ആപ്പെല്ലാം വളരെ ഫ്ലോ ആയിട്ട് നന്നായിട്ട് വർക്കാവും. അപ്പോൾ അതും ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ നമ്മളൊരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഓപ്പോയുടെ A54 ഒരു ക്യാമറ ഭാഗത്തെ പറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 13 മെഗാപിക്സലിൻ്റെ 2.2f അപ്പർച്ചർ ഉള്ള ഒരു മെയിൻ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിൻ്റെ മാക്രോ സെൻസറുമാണ് ബാക്കിൽ വരുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ ക്യാമറയുടെ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഓപ്പോയുടെ ഒരു ക്യാമറ ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്യാമറയുടെ ചില ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ വീഡിയോ ഫുൾ എച്ച്ഡിയിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ബാക്ക് ക്യാമറ വെച്ച് ഈ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ 2 അപ്പർച്ചറുള്ള ഒരു സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ എൻ്റെ ക്യാമറയുടെ മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാക്രോയിലൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ലോ മോഷൻ ചെറിയൊരു ഫംഗ്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ വീഡിയോയുടെ നമുക്ക് റെസൊല്യൂഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറയുടെ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് പറയുന്നത്. ഒരു ആവറേജ് ക്യാമറയായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ആവറേജ് ഫോണായതുകൊണ്ട് ആവറേജ് ക്യാമറ പ്രതീക്ഷിക്കുക. കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വേണ്ട. ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്യാമറയുടെ ചില ഫീച്ചേഴ്സൊക്കെ. ഇത് കൂടാതെ നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറ കൊണ്ടെടുത്ത ചില ഫോട്ടോസൊക്കെ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ ക്വാളിറ്റിയൊക്കെ എത്ര ചെക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് നോക്കാം. പിന്നെ ഈ ക്യാമറയുടെ ഞാൻ ഇതെല്ലാം എടുത്ത ഒരു നൈറ്റിലാണ്. അതുകൊണ്ട് ക്യാമറയുടെ ക്ലാരിറ്റി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ മാത്രമാണ് നമുക്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഗൈസ്, Oppo A54 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ നമ്മളുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ നൈസായിട്ട് അടിച്ചു കൊടുത്തേക്കുക. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.